ഏഴാമത് കുടുംബത്തെ നരകമാക്കുന്ന ഘടകമാണ്. വിവാഹത്തിന് ശേഷം ഭർത്താവിൻ്റെ കഴിഞ്ഞകാല ചരിത്രം ഭാര്യ ചോദിക്കുക, ഭാര്യയുടെ കഴിഞ്ഞകാല ചരിത്രം ഭർത്താവ് ചോദിക്കുക. അത് കുടുംബത്തെ നരകമാക്കും. വിവാഹത്തിന് മുമ്പ് ആവശ്യത്തിന് അന്വേഷിച്ചറിഞ്ഞു വേണം. വിവാഹത്തിന് ശേഷം കഴിഞ്ഞകാല ചരിത്രം കുത്തിപ്പൊക്കി ചോദിക്കരുത്. ഇന്നു മുതൽ മരണം വരെ എന്ന വീട്ടിൽ ഉണ്ടായ കാലം മുതലെന്നല്ല. കല്യാണം കഴിഞ്ഞ് ഒരു കുറ്റവും ഇല്ലാതെ ഭാര്യയെ നോക്കുക, ഒരു കുറവുമില്ലാതെ ഭർത്താവിനെ നോക്കുക. കഴിഞ്ഞ കാലങ്ങൾ കടന്നു പോകണം. പലപ്പോഴും സംഭവിക്കുന്നത് ആദ്യ രാത്രിയിൽ രണ്ടുപേരും കൂടി കൊച്ചു വർത്താനവും പറഞ്ഞ് കട്ടിലേലിരിക്കുമ്പം അവളോട് ചോദിക്കുക, എടി സത്യം പറ, എന്നെ തൊടുന്നതിന് മുമ്പ് വേറെ ഏതെങ്കിലും ആണുങ്ങളെ നീ തൊട്ടിട്ടുണ്ടോ, തട്ടിയിട്ടുണ്ടോ, മുട്ടിയിട്ടുണ്ടോ? അവൾ പറയും, ചേട്ടൻ പറയാമെങ്കിൽ ഞാൻ പറയാം. ഉടനെ അവൻ പറയും, അവൻ ഒരു സ്നേഹത്തോടെ പറയും, എടി അങ്ങനെയൊന്നുമില്ല, കൊച്ചു കൊച്ചു അടുവ് അത്രേ ഉള്ളൂ, അവൻ രക്ഷപ്പെടും. നീ പറയടി. അവൾ പറയും, അയ്യോ എൻ്റെ ചേട്ടാ, പുതുഞായറാഴ്ച വന്നപ്പം മലയാറ്റൂർമല കയറാൻ വേണ്ടി ഇടവകയിൽ 25 പേര് മിനി ബസ്സിൽ പോയി. മലയുടെ താഴ്വരയിൽ ചെന്ന് പൊന്നുംകുരിശ് മുത്തപ്പ പൊന്മല കയറ്റുമെന്നും പറഞ്ഞ് പിന്നെയും മല കയറുമ്പോൾ വല്ലാതെ ദാഹിച്ചു. കയ്യിൽ റോബസ്റ്റാ പഴത്തിൻ്റെ തൊലി പൊടിച്ചിട്ട് പഴം തിന്നു, തൊലി താഴെയിട്ടു. പിന്നെയും മുത്തപ്പാന്ന് ചവിട്ടി കയറിയുമ്പം അറിയാതെ തൊലിയെ ചവിട്ടി ഞാൻ താഴെ വീണു. അങ്ങനെ വീഴാതിരിക്കാൻ അയൽവക്കത്തെ തോമസ് കുട്ടി എൻ്റെ അരയ്ക്ക് വീഴുന്ന വട്ടം കെട്ടിപ്പിടിച്ചു. ആ നിപ്പ് ഒരു 20 മിനിറ്റ് ഞങ്ങളാകെ നിന്ന് കാണും. അത് ഈ ഭൂമിയിലല്ല, മലയുടെ താഴെ തൊലിയുടെ മുകളിൽ 20 മിനിറ്റ്. ഇത്രയും പറഞ്ഞോ പെണ്ണുങ്ങളുടെ കഥ കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് 25 വർഷം കഴിയുമ്പോഴും അരിശമരുന്ന് കെട്ടിയപ്പോൾ റെഡി, ഞാനൊന്നും മറന്നിട്ടില്ല, തോമസ് കുട്ടി മലയാറ്റൂർമല റോബസ്റ്റാ. അപ്പോൾ ഒരിക്കൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞകാല ചരിത്രം പറയേണ്ട കാര്യമില്ല. അന്വേഷിച്ചറിയുക, അതിനുശേഷം ബന്ധങ്ങളിലേക്ക് പ്രവേശിക്കുക. ഇതൊക്കെ നമ്മുടെ കുടുംബത്തെ നരകമാക്കി മാറ്റുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ചിന്തകളെ നമുക്ക് അവസാനിപ്പിക്കാം. എന്തിനു വേണ്ടിയാണ് വിവാഹം എന്നൊരു ചോദ്യം. എന്തിനു വേണ്ടിയാണ് വിവാഹം, അല്ലെ എന്താണ് വിവാഹം? ഒരിക്കൽ പലരും ഒരുമിച്ച് കൂടിയ സദസ്സിൽ ചർച്ച വന്നു, എന്താണ് വിവാഹം, എന്തിനു വേണ്ടിയാണ് വിവാഹം? അപ്പോൾ ഒരു അഡ്വക്കേറ്റ് പറഞ്ഞു, നിയമസാധുതയുള്ള ഒരു ഉടമ്പടിയാണ് വിവാഹം. നിയമസാധുതയുള്ള ഒരു ഉടമ്പടിയാണ് വിവാഹം. ഒരു സീരിയൽ നടൻ പറഞ്ഞു, ഉല്ലാസങ്ങളുടെ കൊട്ടാരത്തിലെ സല്ലാപങ്ങളുടെ കണ്ടുമുട്ടലാണ് വിവാഹം. ഒരു കച്ചവടക്കാരൻ പറഞ്ഞു, ഇതൊരു ഊഹ കച്ചവടമാണ്, കിട്ടിയാൽ കിട്ടി പോയാൽ പോയി, ഒത്താലൊത്തു ഇല്ലേനില്ല, ഇതൊരു ഊഹ കച്ചവടമാണ്. ഒരു കൊച്ചു പറഞ്ഞു, മഴ വരുമ്പം കെട്ടിപ്പിടിച്ച് കിടക്കാൻ വേണ്ടിയാണ് വിവാഹം. വേറൊരു പറഞ്ഞു, പിള്ളേരുണ്ടാകാൻ വേണ്ടിയ വിവാഹം. എന്തിനു വേണ്ടിയാ വിവാഹം? ചിലരൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത് മക്കൾ ജനിക്കാൻ വേണ്ടി വിവാഹം ഇല്ല, അതിന് വെറും 2ാം സ്ഥാനമേ ഉള്ളൂ. അതാണ് നമ്മുടെ പുസ്തകത്തിൻ്റെ പേര്, അവർ ഒന്നാകുന്നു. അവർ ഒന്നിനെ ജനിപ്പിക്കാൻ വേണ്ടി നല്ല പേര്, അവർ ഒന്നാകുന്നു. വിവാഹത്തിൻ്റെ ബൈബിൾ പ്രകാരമുള്ള 1ാമത്തെ ലക്ഷ്യം സ്നേഹദായകം, 2ാമത്തെ ലക്ഷ്യം മാത്രമാണ് ജീവദായകം. മൃഗത്തിന് സ്നേഹമില്ല, ജനിപ്പീരേ ഉള്ളൂ. മനുഷ്യൻ ആദ്യം സ്നേഹം, ആ സ്നേഹത്തിൻ്റെ പുഷ്പിക്കലാണ് കുഞ്ഞുങ്ങളുടെ ജന്മം. അപ്പോൾ 1ാമത്തെ ലക്ഷ്യം സ്നേഹദായകം, 2ാമത്തെ ലക്ഷ്യം ജീവദായകം. മനഃപൂർവ്വം കുഞ്ഞുങ്ങളെ വേണ്ടാന്ന് വെക്കുന്നത് പാപമാണ്. അതേസമയം ദൈവം തന്നില്ലെങ്കിൽ തന്നില്ല. അടിസ്ഥാനം മക്കളല്ല, സ്നേഹമാണ്. അതുകൊണ്ടാണ് ഏത് ബൈബിളിലാണ് പറഞ്ഞിരിക്കുന്നത്, ആദത്തിന് മക്കളുണ്ടാകാൻ ഹവ്വായെ കൊടുത്തെന്ന് ഒരു ബൈബിളിലും പറഞ്ഞിട്ടില്ല. വേദപുസ്തകത്തിൽ പറഞ്ഞത് ആദത്തിന് ചേർന്ന ഇണയും തക്കതായ തുണയുമായിരിക്കുവാൻ ഹവ്വായെ നൽകി എന്നാണ്. അതുകൊണ്ടാണ് മക്കളില്ലാത്ത എത്രയോ ദമ്പതിമാർ സന്തോഷത്തോടെ ജീവിക്കുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് കുടമാളൂരിൽ 72കാരൻ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചത് 65കാരിയാണ്. ഞാനും പോയി അപൂർവ വിവാഹം കാണാൻ വേണ്ടി. നവവധുവിന് ഒരു കുഴപ്പമേ ഉള്ളൂ, മുൻവശത്ത് മുകൾ നിരയിൽ 6 പല്ലുകളില്ല. ഒരു പാളയം കോടമ്പടം പിടിച്ച് വായി വെച്ചാൽ നേരെ തൊണ്ണയെ ചെന്ന് മുട്ടും. ആ പരുവത്തിൽ നിൽക്കുക. എന്തിനാ 72കാരൻ 65കാരിയെ കെട്ടിയത്? മക്കളുണ്ടാകാൻ വേണ്ടിയല്ല. പ്രാർത്ഥിക്കുമ്പം മറുപടിയെല്ലാം കൂട്ട്, രാത്രി വർത്താനം പറയുമ്പോൾ മൂളിക്കേക്കാൻ ഒരാൾ. മക്കളില്ലാത്ത എത്രയോ ദമ്പതിമാർ സന്തോഷത്തോടെ ജീവിക്കുന്നു. ചില മക്കളുള്ള ചിലർ പറയും, എൻ്റെ കുട്ടിയേക്കാൾ ഭേദം പട്ടിയെ വളർത്തുമായിരുന്നു, അങ്ങനെ പറയുന്നവരെയും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് മോൻ അപ്പനോട് കളിക്കുമ്പോൾ അപ്പനോട് കയർക്കുമ്പോൾ അമ്മ പറയുന്നത്, എടാടാ അപ്പനോട് നീ കളിക്കേണ്ട കേട്ടോ, കാരണം ഇവൻ ഏതവിടെ പറയാം നാളെ ഓടുമെന്ന് അമ്മയ്ക്ക് ഉറപ്പില്ല. ഉറപ്പ് താലി കെട്ടിയ അപ്പനാണ്. മോൾ അമ്മയോട് വിളയുമ്പോൾ അപ്പം പറയും, എടി അമ്മയോട് കളിക്കേണ്ട, കാരണം ഇവൾ ഏതവൻ്റെ പുറകെ ഓടുമെന്ന് അറിയത്തില്ല. ഉറപ്പ് സ്വന്തം ഭാര്യയാണ്. അതുകൊണ്ടാണ് സ്വന്തം മക്കളുടെ മുമ്പിൽ അപ്പനെ താഴ്ത്തി പറയുന്ന ഭാര്യാ പദവിക്ക് അർഹതയുള്ളവളല്ല. സ്വന്തം കുഞ്ഞുങ്ങളുടെ മുമ്പാകെ അമ്മയെ താഴ്ത്തി പറയുന്ന ഭർത്താവ് ഭർത്തൃ പദവിക്ക് അർഹതയുള്ളവനല്ല. ഏതെങ്കിലും അമ്മ പറയുമോ, മോനെ
അപ്പം പിശാചാടാ, മിനിയാന്ന് എനിക്കിട്ട് തല്ലി, ഇന്നലെ നിനക്കിട്ട് തല്ലി, ഇന്ന് പെങ്ങക്കിട്ട് തല്ലി, നാളെ നമുക്ക് അപ്പനെ കാച്ചണപ്പെടാമെന്ന് ഒരമ്മയും പറയത്തില്ല. സഹിത്വമാ പ്രധാനം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുരിതം ഭാര്യ ആദ്യം മരിച്ചിട്ട് കെട്ടിയവൻ കുറേ നാൾ കൂടെ ജീവിക്കുന്നതാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം കെട്ടിയവൻ മരിച്ചതിന് ശേഷം ഭാര്യ ജീവിക്കുന്നതാണ്. കാരണം ഭാര്യ ഉള്ളപ്പം ചൊറിഞ്ഞ വർത്താനം പലതും കെട്ടിയവൻ പറയും, ഇല്ലാതാകട്ടെ വട്ടുപിടിക്കും. ഭാര്യയ്ക്ക് പകരം ഒരാളാകാൻ പറ്റുകയില്ല. അതേസമയത്ത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് കെട്ടിയവൻ മരിച്ചാലും പിന്നെയും പിടിച്ചു നിൽക്കാൻ പറ്റും. കുഞ്ഞുങ്ങൾ, പേരക്കുട്ടികൾ ഉരുള കൊടുത്ത് കുളിപ്പിച്ച് തുളപ്പിച്ച് പിള്ളേരെ കളിപ്പിച്ചിരിക്കാൻ പറ്റും. അതുകൊണ്ട് ഏറ്റവും വലിയ ഭാഗ്യം ഭർത്താവ് ആദ്യം മരിക്കണം, ഭാര്യ രണ്ടാമത് മരിക്കണം. അതുകൊണ്ടാണ് ഇന്ന് ഈ സംഗമത്തിൻ്റെയൊക്കെ അവസാനത്തെ രാത്രിയിൽ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഓരോ ഭാര്യയും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അച്ഛൻ പഠിപ്പിക്കുകയാണ്. കെട്ടിയവൻ കേക്ക് ഉറക്ക പ്രാർത്ഥിച്ചേക്കരുത്. രാത്രി കിടക്കാൻ നേരത്ത് തുടയിൽ കരങ്ങൾ തുറന്നു വെച്ച് ഉള്ളിലേ പ്രാർത്ഥിക്കാവൂ. ഭാര്യ പ്രാർത്ഥിക്കുമ്പം കെട്ടിയവൻ ചോദിക്കരുതടി ജോസഫ് അച്ഛൻ പഠിപ്പിച്ച മറ്റേ പ്രാർത്ഥനയാണോ ഇത്, അങ്ങനെ ചോദിക്കുകയരുത്. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇതാണ്: ദൈവമായ കർത്താവേ, ഞാൻ ജീവിച്ചിരിക്കെ എൻ്റെ ഭർത്താവിൻ്റെ ശവമടക്ക് കൂടാൻ എനിക്ക് ഭാഗ്യം തരണമേ. 3 സ്വർഗസ്നായ പിതാവേ ചൊല്ലി കാഴ്ചവെക്കണം. ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യയാണെങ്കിൽ, ഭർത്താവിനെ സ്നേഹിക്കാത്ത ഭാര്യയാണെങ്കിൽ ഇങ്ങനെ: ദൈവമേ, ഞാൻ മരിച്ചു കഴിഞ്ഞ് ഈ കാലമാടൻ കുത്തിയിരുന്ന് അനുഭവിക്കാൻ ഇടയാകണേ. അങ്ങനെയും ചെല്ലാം 3 സ്വർഗസ്നായ പിതാവേ. ദൈവം തന്ന ജീവിതം സ്നേഹദായകവും ജീവദായകവുമായി ജീവിച്ച് ഈ ഭൂമിയിൽ സ്വർഗം പണിയുവാൻ നമുക്ക് കഴിയട്ടെ. അനുഗ്രഹീതമായ കുടുംബജീവിതം വഴി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഭാഗ്യം ലഭിക്കട്ടെ. നല്ലവനായ കർത്താവിൻ്റെ സാന്നിധ്യവും അവിടുത്തെ ആശീർവാദവും നമുക്ക് ലഭിക്കട്ടെ. ആമേൻ.